എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. അതെ. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. ദീപകിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിതയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത്. ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. എന്തായാലും വളരെയധികം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് നേരിട്ട ലൈംഗിക അധിക്ഷേപം എന്നുള്ള പേരിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. അതിന് പിന്നാലെ അതിൽ മനംനൊന്ത് ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പുല്ലേ, നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് രണ്ട് കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നവമാധ്യമങ്ങളിലൂടെ അടക്കം ദീപക്കിനും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പാടില്ല. ഇവൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഭായ്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വരും. ആരും വിളിക്കണ്ട, ഞാൻ തന്നെ കഴുകാം. നൽകിയാൽ സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു. എന്താ ഉറക്കം വരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ എത്തിച്ചിരുന്നില്ല. പകരം ഈ ജാമ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. പോലീസ് അന്വേഷണം ഈ കേസിൽ മുന്നോട്ട് പോവുകയാണ് ദിലീപ് കുമാർ. അതിനിടയിലാണ് ഈ പ്രതിയുടെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെയാണ് പ്രതി ഉള്ളത്. ഇതുവരെ കസ്റ്റഡി അപേക്ഷ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടില്ല. കസ്റ്റഡി അപേക്ഷ നൽകാത്തതിന് പ്രധാനമായുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ജനരോഷമാണ്. ഇപ്പോഴും ഈ പ്രതിക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷം അടങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ഗോവിന്ദപുരത്ത് ദീപകിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയും, സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. ഇറങ്ങി പോടി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.